യുദ്ധതന്ത്രങ്ങളുടെ ഭാവി നിർണയിക്കുന്ന ശക്തിയായി ഡ്രോൺ സാങ്കേതിക വിദ്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ആളില്ലാ ആകാശവാഹനങ്ങളുടെ എഞ്ചിൻ നിർമ്മാണത്തിൽ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് ഇന്ത്യക്കൊരു ദൗർബല്യമായി നിലനിന്നിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ ദർശനത്തിന് പുതിയ ഊർജം പകരുന്ന രീതിയിൽ ഈ ആശ്രയത്വത്തെ അവസാനിപ്പിക്കാൻ രാജ്യം നിർണായക നീക്കം ആരംഭിച്ചിരിക്കുകയാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ച വാങ്കൽ എഞ്ചിനുകൾ ഉപയോഗിക്കുന്ന ദീർഘദൂര ശേഷിയുള്ള അത്യാധുനിക ഡ്രോണുകളുടെ വികസനം പ്രതിരോധ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഇന്ത്യയുടെ ഉറച്ച ചുവടുവയ്പ് മാത്രമല്ല, ഭാവിയിലെ യുദ്ധവിമർശനങ്ങളെ തന്നെ പുതുക്കിയൊരുക്കുന്ന നിർണായക നാഴികക്കല്ലുകളാണ്. അതിർത്തിയിലെ പ്രതിരോധത്തിനായി ആളില്ലാ ഡ്രോൺ സർവൈലൻസുകൾ വികസിപ്പിക്കുന്നതിനായി BSF അക്കാദമിയിൽ BSF ഡ്രോൺ വാർഫെയർ സ്കൂൾ ആരംഭിച്ചിരുന്നു. ഡ്രോണുകളുടെ രൂപകൽപ്പന, ആയുധവൽക്കരണം, ജാമൻ സംവിധാനങ്ങൾ, AI, ആധുനിക യുദ്ധ സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ ഉദ്യോഗസ്ഥർക്കും സൈനികർക്കും പരിശീലനം നൽകുകയാണ് ഇതിന്റെ ലക്ഷ്യം. കാശ്മീർ അതിർത്തി BSF ഇന്ത്യൻ സൈന്യത്തോടൊപ്പം താഴ്വരയിലെ 343 കിലോമീറ്റർ നീളമുള്ള ഈ നിയന്ത്രണ രേഖയെ ഈ ഡ്രോണുകൾ നിയന്ത്രിക്കും. ഇതുകൂടാതെ ഉൾപ്രദേശങ്ങളിലെ ചില സുപ്രധാന ഇൻസ്റ്റാളേഷനുകൾ സുരക്ഷിതമാക്കും. ഡ്രോൺ, ആന്റി ഡ്രോൺ സാങ്കേതിക വിദ്യ എന്നിവയെക്കുറിച്ചുള്ള പരിശീലനത്തിനും ഗവേഷണത്തിനുമായി ഡൽഹിയിലും മറ്റിടങ്ങളിലും പുതിയ ഡ്രോൺ ഫോറൻസിക് ലബോറട്ടറി സ്ഥാപിച്ചിട്ടുണ്ട്. ഡ്രോണുകൾ കണ്ടെത്തുന്നതിനും നശിപ്പിക്കുന്നതിനും തുരങ്കങ്ങൾ തിരിച്ചറിയുന്നതിനും ഇതര ആശയവിനിമയ സംവിധാനങ്ങൾ പോലുള്ള വെല്ലുവിളികളെ നേരിടുന്നതിന് പുത്തൻ ആശയങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള ഒരു ചുവടുവെപ്പ് കൂടിയാണിത്. സൈബർ ഭീഷണികളെ നേരിടാൻ കൂടിയാണ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഭീകരർ ലോഞ്ച് പാഡുകൾ തകർത്തെങ്കിലും നിയന്ത്രണ രേഖയിൽ 69 ലോഞ്ച് പാഡുകൾ നിലവിലുണ്ട്. 120ഓളം ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ചില ലോഞ്ച് പാഡുകൾ മുന്നോട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് മറ്റു പ്രദേശങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന വിവരവുമുണ്ട്. അതിനാൽ ഇക്കാര്യങ്ങൾ BSFന്റെയോ ഇന്ത്യൻ സൈന്യത്തിന്റെയോ പരിധിയിലല്ല. അവരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പർവ്വതനിര പ്രദേശങ്ങളിലും കാടുകളിലും പ്രത്യേക പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഉദ്യോഗസ്ഥർക്കും സൈനികർക്കും പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് BSF പാരാ ജമ്പിംഗ് കോഴ്സ് ആരംഭിച്ചത്. ഈ വർഷം നിയന്ത്രണ രേഖയിൽ 4 നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഇല്ലാതാക്കിയെന്നും 8 ഭീകരരെ വധിച്ചിട്ടുമുണ്ട്. ഈ വർഷം ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പും ശേഷവും 2 നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ നടന്നു. 13 തീവ്രവാദികൾ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു. അതിൽ 8 ഭീകരർ കൊല്ലപ്പെട്ടു. 5 പേരുടെ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ തടസ്സപ്പെടുത്തി. 22 സംയുക്ത ഓപ്പറേഷനുകളിലായി AK-47, MP5 പിസ്റ്റലുകൾ, ഹാൻഡ് ഗ്രാനേഡുകൾ, UBGL ഗ്രാനേഡുകൾ, ചൈനീസ് ഗ്രാനേഡുകൾ, MGL വ്യത്യസ്ത വെടിക്കോപ്പുകൾ എന്നിങ്ങനെയുള്ള വലിയ ശേഖരം തന്നെ കണ്ടെത്തിയതായി BSF ഉദ്യോഗസ്ഥർ പറഞ്ഞു. നുഴഞ്ഞുകയറ്റ പ്രവർത്തനം ഇതുവരെ പാകിസ്ഥാൻ മാറ്റം വരുത്തിയിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അവർ പുതിയ വഴികൾ സ്വീകരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും തുടരുകയാണെന്നും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഉചിതമായ മറുപടി നൽകാൻ ഇന്ത്യ തയ്യാറാണ്. എന്തായാലും മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള യുദ്ധതന്ത്രങ്ങളുടെയും രാജ്യത്തിന്റെ അതിർത്തികളിലെ ഭീഷണികളുടെയും പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ സുരക്ഷാ മേഖല വലിയ മാറ്റത്തിന് തന്നെ വിധേയമാകുന്നു. അതിന്റെ തെളിവുകൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇന്ത്യ തങ്ങളുടെ ആളില്ലാ സംവിധാനങ്ങളുടെ മിക്കവാറും എല്ലാ പതിപ്പുകൾക്കും ആവശ്യമായ എഞ്ചിനുകൾ വിദേശ കമ്പനികളെ ആശ്രയിച്ചാണ് ഇറക്കുമതി ചെയ്തിരുന്നത്. ഈ പതിറ്റാണ്ടുകൾ നീണ്ട ആശ്രയത്വം അവസാനിപ്പിക്കാനുള്ള ശക്തമായ ചുവടുവയ്പ്പാണ് ഇപ്പോൾ നടക്കുന്നത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രമുഖ സ്ഥാപനമായ നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസ് പുതിയ UAVകളിൽ ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത വാങ്കൽ എഞ്ചിനുകൾ ഉപയോഗിക്കുന്നതിനായി സ്വകാര്യ മേഖലയിലെ പ്രമുഖരായ സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡുമായി കരാറിൽ ഒപ്പുവെച്ചു. കരാർ പ്രകാരം NAL ആയിരിക്കും സാങ്കേതിക വിദ്യ കൈമാറുകയും ഡ്രോണുകൾ വികസിപ്പിക്കുകയും ചെയ്യുക. SDLന് രാജ്യത്തും വിദേശത്തുമുള്ള നിർമ്മാണത്തിനും വിപണനത്തിനും മേൽനോട്ടം വഹിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഇത് ഗവേഷണ സ്ഥാപനങ്ങളുടെ അറിവും സ്വകാര്യ മേഖലയുടെ ഉൽപാദന ശേഷിയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു മാതൃകാപരമായ മുന്നേറ്റമാണ്. ദൂരപരിധിയിലും ശേഷിയിലും റെക്കോർഡ് ലക്ഷ്യം. ഇത് തദ്ദേശീയ പദ്ധതിയുടെ പ്രാരംഭഘട്ടം. NALന്റെ 30 കുതിരശക്തി വാങ്കൽ എഞ്ചിൻ സാങ്കേതികവിദ്യ ദീർഘദൂര ഡ്രോണുകളിലേക്ക് മാറ്റുന്നതിനാലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 9 മണിക്കൂർ വരെ തുടർച്ചയായി പറക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ഡ്രോണുകൾക്ക് 560 മൈലിലധികം അകലെയുള്ള ലക്ഷ്യങ്ങളിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
ഇതിന്റെ 30 HP എഞ്ചിന് ഫ്ലൈറ്റ് ടെസ്റ്റിംഗിനായുള്ള നിർണായക സർട്ടിഫിക്കേഷനും ഇതിനകം ലഭിച്ചു കഴിഞ്ഞു. ഇതിന്റെ അടുത്ത ഘട്ടത്തിൽ കൂടുതൽ കരുത്തുറ്റ എഞ്ചിനുകൾ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നിലവിൽ 50 HP എഞ്ചിൻ പണിപ്പുരയിലാണ്. ഇതിനായുള്ള സർട്ടിഫിക്കേഷനുകളും പരീക്ഷണങ്ങളും ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്നു. ഇതിലൂടെ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനവും പെലോഡ് ശേഷിയും ഉറപ്പാക്കാൻ സാധിക്കും. മാത്രമല്ല, ഭാവിയിൽ കൂടുതൽ ഭാരമേറിയ UAVകളുടെ ഒരു ശ്രേണി ഉയർത്താൻ കഴിയുന്ന 90 HP എഞ്ചിനും വിഭാവനം ചെയ്യുന്നുണ്ട്. AI കരുത്തിൽ അതിജീവനം. ഈ തദ്ദേശീയ ഡ്രോണുകൾക്ക് ആധുനിക യുദ്ധക്കളത്തിലെ കടുത്ത വെല്ലുവിളികളെ നേരിടാൻ ശേഷിയുണ്ട്. ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം സാങ്കേതികവിദ്യ പ്രവർത്തിക്കാത്ത സാഹചര്യങ്ങളിലും ഈ ഡ്രോണിന് പ്രവർത്തിക്കാൻ കഴിയും. ഇതിലെ AI പ്രാപ്തമാക്കിയ പെലോഡ് തത്സമയ ബുദ്ധിയും സാഹചര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധവും ഉറപ്പാക്കുമെന്നും റിപ്പോർട്ട് പറയുന്നു. ഇത് ഇന്ത്യൻ സൈന്യത്തിന് തന്ത്രപരമായ വലിയ മുൻതൂക്കം നൽകും. വികസനത്തിന് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിൽ കരുത്തു പകരുന്നതാണ് ഈ ചുവടുവെപ്പ്. ആഭ്യന്തര നിർമ്മാതാക്കളെ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾക്കും ഇത് വഴി തുറക്കും. ഇന്ത്യൻ ബഹിരാകാശ സംഘടനയുടെ സഹായത്തോടെ യുവ നവീനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ആരംഭിച്ച ഡ്രോൺ ചലഞ്ചിനെ പ്രധാനമന്ത്രി പ്രശംസിച്ചിരുന്നു. ഹൈദരാബാദിൽ സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ ഇൻഫിനിറ്റി ക്യാമ്പസിന്റെ സമീപകാല ഉദ്ഘാടനവും രാജ്യത്തിന്റെ സ്വകാര്യ ബഹിരാകാശ ആവാസ വ്യവസ്ഥയ്ക്ക് പുതിയ ഉത്തേജനം നൽകിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ പ്രോത്സാഹനങ്ങളെല്ലാം തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യ വികസനത്തിന് ആക്കം കൂട്ടുന്നു. സ്വയം പര്യാപ്തതയുടെ പുതിയ യുഗം. പതിറ്റാണ്ടുകളായി വിദേശ ആശ്രയത്വത്തിലായിരുന്ന ഒരു സുപ്രധാന പ്രതിരോധ സാങ്കേതിക വിദ്യാ മേഖലയിൽ സ്വയം പര്യാപ്തത നേരിടാനുള്ള ഇന്ത്യയുടെ ഈ ദൃഢനിശ്ചയം ചരിത്രപരമാണ്. NAL SDL പങ്കാളിത്തത്തിലൂടെ വാങ്കൽ എഞ്ചിൻ സാങ്കേതിക വിദ്യയെ UAVകളിലേക്ക് വിജയകരമായി സംയോജിപ്പിക്കുന്നത് ഇന്ത്യൻ പ്രതിരോധ നിർമ്മാണത്തിന് പുതിയ ദിശാബോധം നൽകും. പ്രതിരോധം മുതൽ ബഹിരാകാശം വരെ മേക്ക് ഇൻ ഇന്ത്യയുടെ ചിറകിലേറി അതിവേഗം മുന്നേറുന്ന രാജ്യത്തിന്റെ ആത്മനിർഭര ഭാരതം എന്ന സ്വപ്നത്തിലേക്കുള്ള മഹത്തായ ഒരു ചുവടുവെപ്പാണിത്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലുണ്ടാകുന്ന ഈ മാറ്റങ്ങളെല്ലാം ഒരേ ദിശയിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. രാജ്യം സ്വയം ശക്തമാകുകയാണ്. മുമ്പ് ഡ്രോൺ എഞ്ചിനുകൾ പോലുള്ള പ്രധാന സാങ്കേതിക വിദ്യകൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നിരുന്നെങ്കിലും ഇപ്പോൾ അതൊരു പഴയ കഥയാകുകയാണ്. സ്വന്തം രാജ്യത്ത് തന്നെ എഞ്ചിനുകൾ നിർമ്മിക്കുകയും അതിനെ അടിസ്ഥാനമാക്കി ദീർഘദൂര ഡ്രോണുകൾ വികസിപ്പിക്കുകയും ചെയ്യുന്നത് ഇന്ത്യക്ക് യുദ്ധതന്ത്രങ്ങളിലും അതിർത്തി സുരക്ഷയിലും വലിയ മാറ്റമുണ്ടാക്കുന്ന ഒരു മുൻപോട്ടായ ചുവടുവെപ്പാണിത്. BSF ഡ്രോൺ വാൽഫെയർ സ്കൂൾ, പുതിയ ഫോറൻസിക് ലാബുകൾ, പാരാ ജമ്പിംഗ് കോഴ്സുകൾ, ആന്റി ഡ്രോൺ പരിശീലനം ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ ഇന്ത്യ ഭീഷണികളെ നേരിടാൻ മുൻപത്തേക്കാൾ കൂടുതൽ തയ്യാറായിരിക്കുകയാണെന്ന് കാണാം. അതിരുകൾക്കപ്പുറത്ത് നിന്ന് വരുന്ന നുഴഞ്ഞുകയറ്റങ്ങൾ, സൈബർ ആക്രമണങ്ങൾ ഇവയെല്ലാം കൈകാര്യം ചെയ്യാൻ സൈന്യവും BSFും ഇന്ന് കൂടുതൽ സജ്ജരായി മാറുന്നു. AI ഉപയോഗിച്ചുള്ള പുതിയ തലമുറ ഡ്രോണുകൾ, GPS ഇല്ലാതെയും പ്രവർത്തിക്കുന്ന നിരീക്ഷണ സംവിധാനങ്ങൾ, ഒരൊറ്റ പറക്കലിൽ 100 കണക്കിന് കിലോമീറ്റർ ദൂരം കൈവരിക്കുന്ന ശേഷി ഇവയെല്ലാം ചേർന്നാൽ നമ്മുടെ സുരക്ഷാ സംവിധാനത്തിന്റെ നിലവാരം എത്രത്തോളം ഉയർന്നതാണെന്ന് വ്യക്തമാക്കുന്നു. ഈ മാറ്റങ്ങൾ സൈന്യത്തിനും സുരക്ഷാ സൈനികർക്കും മാത്രമല്ല, രാജ്യത്തെ ജനങ്ങൾക്കും വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഇന്ത്യ ഒരിക്കൽ വിദേശത്തെ ആശ്രയിച്ചിരുന്ന മേഖലയിൽ ഇന്ന് സ്വന്തം കാലിൽ നിൽക്കുകയാണ്. മേക്ക് ഇൻ ഇന്ത്യയും ആത്മനിർഭർ ഭാരതും വെറും മുദ്രാവാക്യങ്ങളല്ല, സാങ്കേതിക രംഗത്ത് വലിയ യാഥാർത്ഥ്യങ്ങളായി മാറുകയാണ്. ഭാവിയിൽ രാജ്യത്തെ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് മറ്റാരുടെയും സഹായം കാത്തിരിക്കാതെ സ്വന്തം കഴിവിൽ തന്നെ ശക്തമായി നിൽക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് ഈ മാറ്റങ്ങളുടെ നേട്ടം. പ്രതിരോധവും സാങ്കേതിക വിദ്യയും കൈകോർത്ത് മുന്നേറുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യ തന്റെ സുരക്ഷയ്ക്കായി പുതിയ ഒരു ശക്തമായ അടിത്തറ പാകിയിരിക്കുന്നു. ഇനി വരുന്ന വർഷങ്ങളിൽ ഈ മുന്നേറ്റം ഇന്ത്യയെ ലോകത്തിനു മുന്നിൽ ഒരു സാങ്കേതികമായ ശക്തവും അതിരുകളിൽ ഉറച്ചു നിൽക്കുന്ന രാജ്യവുമായി മാറ്റും എന്നതിൽ സംശയമില്ല. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വരുന്നതുവരെ നന്ദി.